മലപ്പുറം എടക്കരയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിനെ മർദ്ദിച്ചതായി പരാതി. ചുങ്കത്തറ സ്പെഷ്യൽ സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ ജിബിനാണ് മർദ്ദനമേറ്റത്. ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് ചെയ്യാൻ ഒരു വീട്ടിൽ കയറിയതിന്റെ പേരിലാണ് മർദ്ദിച്ചതെന്ന് ജിബിന്റെ പിതാവ് പറഞ്ഞു. വണ്ടിയും കൊണ്ടാണ് അവൻ പോയത്. അവൻ മടങ്ങി വന്നപ്പോൾ ഇതിൻ്റെ ചാർജ് കഴിഞ്ഞപ്പോൾ ഈ കാട്ടിച്ചിറ പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു വീട്ടിൽ അവൻ ചാർജ് കുത്താൻ വേണ്ടി കയറിയെന്ന് പറഞ്ഞത്. ഈ ചാർജ് കുത്താൻ വേണ്ടി കയറിയപ്പോൾ ഇവരെന്ത് പണിതു, ആ വീട്ടുകാർ ഇവന് MDM ഒക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവനാണ് അങ്ങനെ ഇടയ്ക്കറിന് ഇവനെ ബാക്കിക്കാരെ വിളിച്ചുകാണ്ട് അവർ വന്ന പാടെ ഇവനിട്ടുകാണ്ട് നല്ലോ അടിച്ചേക്കാണ് ഒരു ഗ്രൗണ്ടിലിട്ടുകാണ്ട്. ആ അടി നല്ല അടി അടിച്ചു. അപ്പോൾ കുറേ ആൾക്കാർ കണ്ട ആൾക്കാർ പറഞ്ഞു ഇവന് സുഖമില്ലാത്ത കുട്ടിയല്ലേ, ബുദ്ധിയില്ലാത്ത കുട്ടിയല്ലേ, ഇവനിങ്ങനെ അടിക്കണോ, എന്തിനാ ഇങ്ങനെ അടിക്കുന്നത് ചോദിക്കുന്നുണ്ടല്ലോ ആൾക്കാർ. അതിൽ ഇവരൊന്നും വിട്ടിടുന്നില്ല, അറിയുമ്പോൾ വീണ്ടും അടിക്കണമെന്നാണ്. സാജിദ് അജ്മലുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായി. സാജിദ്, അതായത് മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാൾക്കാണ് മർദ്ദനമേറ്റത് എന്നുള്ളതാണ് വളരെ ദൗർഭാഗ്യകരമായ സംഭവം. പക്ഷേ ഇയാൾ മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണെന്ന് മനസ്സിലാക്കാതെയുള്ള മർദ്ദനമായിരുന്നു. എന്താണ് ആ വീട്ടിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ജിൽസി, ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ജിബിൻ എന്ന എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വേലു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നേർക്കാഴ്ച. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നടന്നൊരു സംഭവവുമായി ബന്ധപ്പെട്ടതാണ്. ആ സംഭവം എന്താണെന്നൊക്കെ പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെയായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. മലപ്പുറം എടക്കരയിൽ ഭിന്നശേഷിക്കാരനായ യുവാവിന് ക്രൂരമർദ്ദനമേറ്റുവെന്ന് പരാതി. എടക്കര മധുരക്കറിയൻ ജിബിനാണ് മർദ്ദനമേറ്റത്. ലഹരി ഉപയോഗിച്ചുവെന്ന് ആരോപിച്ചാണ് മർദ്ദിച്ചത്. ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നിന്നും ചേരുന്നു. ഷഹദ്, ഗുഡ് മോർണിംഗ്. ഈ വാർത്ത സത്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും എസ്കേൻ, സത്യം തന്നെയാണ്. കാരണം പക്ഷേ ഇതിൽ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, കാരണം ഈ ജിബിൻ എന്ന് പറയുന്ന ഭിന്നശേഷിക്കാരനായ യുവാവ് 24 വയസ്സാണ്. പക്ഷേ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ വാപ്പയുടെ ഇലക്ട്രിക് സ്കൂട്ടറിലാണ് ഈ യുവാവ് പലയിടങ്ങളിലും പോകാറുണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ ഇതുപോലെ ഇലക്ട്രിക് സ്കൂട്ടറിൽ പോവുകയും ഈ സ്കൂട്ടറിന്റെ ചാർജ് തീരുകയും ചെയ്തു. ആ ഘട്ടത്തിൽ ഈ ജിബിൻ തൊട്ടടുത്ത ഒരു വീട് കണ്ടപ്പോൾ ആ വീട്ടിലേക്ക് കയറി ചെന്നു. അപ്പോൾ ജിബിന്റെ ശരീരപ്രകൃതിയും അതുപോലെ തന്നെ ജിബിന്റെ സംസാരവും ഒക്കെ കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ തെറ്റിദ്ധരിച്ചു. അതായത് ജിബിൻ മദ്യലഹരിയിലാണ് അല്ലെങ്കിൽ ലഹരിയിലാണ് എന്ന് തെറ്റിദ്ധരിച്ചു. തുടർന്ന് ജിബിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി തൊട്ടടുത്ത ഗ്രൗണ്ടിൽ വെച്ച് അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയായിരുന്നു. പക്ഷേ നമുക്കറിയാം, ഇത്തരത്തിൽ വെല്ലുവിളി നേരിടുന്ന ഒരു ആൾ ആയതുകൊണ്ട് തന്നെ ജിബിന് മറിച്ചൊന്നും പറയാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ ഇതാണെന്ന് ആളുകളെ ബോധ്യപ്പെടുത്താനോ സാധിച്ചിരുന്നില്ല. തുടർന്ന് കൂടുതൽ മർദ്ദിക്കുകയും ജിബിന്റെ വിവിധ ഇടങ്ങളിൽ ഭയങ്കരമായിട്ട് പരിക്കേൽക്കുകയും ചെയ്തതിനെ തുടർന്ന് തൊട്ടടുത്തുള്ള ആളുകളാണ് ഈ വിവരം വീട്ടിൽ അറിയിച്ചത്. തുടർന്ന് വീട്ടുകാരെത്തി ജിബിനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം ഇപ്പോൾ പോലീസിൽ പരാതി നൽകാനാണ് ഈ കുടുംബം തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ സുഖമില്ലാത്ത ഒരാളാണെന്ന് മനസ്സിലാക്കാൻ ഈ വീട്ടുകാർക്കോ അല്ലെങ്കിൽ അവിടെ കൂടിയിരുന്ന അല്ലെങ്കിൽ ജിബിനെ മർദ്ദിച്ചവർക്കോ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം. കാരണം ജിബിന് സംസാരിക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഈ സംസാര ശൈലിയൊക്കെ കണ്ടപ്പോൾ ആളുകൾ വിചാരിച്ചോ ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ചാണ് ഈ വീട്ടിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത്. കാരണം അറിയാത്ത ഒരാൾ ഒരു വീട്ടിലേക്ക് എത്തുന്നു, പ്രത്യേകിച്ച് ഇത്തരത്തിൽ ശരീരപ്രകൃതിയിലും ഒപ്പം തന്നെ സംസാര രീതിയിലും ഒക്കെ ചെറിയ മാറ്റം കണ്ടപ്പോൾ ഇവർ തെറ്റിദ്ധരിച്ച ജിബിനെ ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ്. മാത്രമല്ല, ഇത്തരത്തിൽ ഒരു ആള് പെട്ടെന്ന് വീട്ടിൽ വരുമ്പോൾ എന്താണ് കാര്യമെന്ന് അന്വേഷിക്കാതെ മർദ്ദിച്ചത് വലിയ തെറ്റുമാണ്. അപ്പോൾ സംഭവത്തിൽ എന്തായാലും ഈ കുടുംബം ജിബിന്റെ കുടുംബം പോലീസിൽ പരാതി നൽകാനുള്ള തീരുമാനത്തിലാണ്. ഒപ്പം തന്നെ കൗണ്ടറായിട്ട് മറ്റേ കുടുംബം, അതായത് ഈ വീട്ടിലേക്ക് കയറി ചെന്ന മർദ്ദിച്ച കുടുംബവും പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടു കാണുമല്ലോ, ആ ഭിന്നശേഷിക്കാരനായ ഒരു യുവാവിനെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു യുവാവിന് നേരെ ഉണ്ടായ ഒരു വീട്ടുകാരുടെ അതിക്രമം ആണ് നിങ്ങൾ നേരത്തെ കണ്ട ആ വീഡിയോ. അപ്പോൾ ഭിന്നശേഷിക്കാർ, അതിപ്പം കണ്ണുപൊട്ടനായിക്കോട്ടെ, ചെവി കേൾക്കാത്തവനായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അവൻ ഭിന്നശേഷിക്കാരനാണ്. അപ്പോൾ അതേപോലുള്ള ആൾക്കാരെ
സമൂഹം ട്രീറ്റ് ചെയ്യുന്ന വിധം മാറണം. സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് അവരെക്കുറിച്ചുള്ള സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് മാറേണ്ടിയിരിക്കുന്നു. അത് ഇനിയും മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് വളരെയേറെ ദോഷമായ സിറ്റുവേഷൻസിലേക്ക് കടക്കും. അപ്പോൾ എന്തൊക്കെയാണ് അവർക്കെതിരെ, ആ വീട്ടുകാർക്കെതിരെ പോലീസ് ഭരണകൂടവും മറ്റ് അധികൃതരും കേസ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എന്തൊക്കെയായാലും നിൻ്റെയൊക്കെ തീർന്നു കാണുമല്ലോ, അത് മതി. അപ്പോൾ ഭിന്നശേഷിക്കാരോട് മുട്ടുമ്പോൾ സൂക്ഷിച്ചും കണ്ടുമുട്ടുക. അല്ലാതെ മുട്ടിയതിന് ശേഷം അയ്യോ ഭിന്നശേഷിക്കാരനാണെന്ന് അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നതിനും ഭേദം ആദ്യമേ ഭിന്നശേഷിക്കാരനാണോ അല്ലയോ എന്ന് ചോദിക്കണം. അല്ലെങ്കിലും ചോദിക്കാനും പറയാനും കയറി കൈവെക്കുന്ന ഒരു പ്രവണത ദയവേത് നിർത്തണം. ഭിന്നശേഷിക്കാരെ തൊടുന്നതും ഹരാസ് ചെയ്യുന്നതും അത് വാക്കിലൂടെ ആണെങ്കിൽ പോലും അത് കുറ്റമാണ്, നിയമപരമായും ശിക്ഷ അർഹിക്കുന്ന കുറ്റമാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനൊരു വാർത്ത കേട്ടപ്പോൾ അതിനെക്കുറിച്ചൊരു റിയാക്ഷൻ ചെയ്യണമെന്ന് തോന്നി. എന്തൊക്കെയായാലും ഇതേപോലുള്ള കഴിവുള്ള മക്കൾക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ പുതിയൊരു വിഷയവുമായി കാണുമ്പോഴേക്കും ഗുഡ് ബൈ ഫ്രം വരുൺ സമൻ ഫ്രം നെൽക്കാഴ്ച.